ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഉത്തർപ്രദേശിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി. കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി മുന്നണികൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ധർമ്മടത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ബിജെപി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി ആക്രമിച്ച് ഇറാൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. ഫ്രാൻസിൽ നടക്കുന്ന ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യയുടെ ആയുഷ് ഷെഡ്ഡി ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തർപ്രദേശിൽ എത്തി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര ദർശനം നടത്തിയ രാഷ്ട്രപതി പിന്നീട് മധുരയിലേക്ക് പോയി. വിവിധ പരിപാടികളിലും പങ്കെടുക്കും. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച വരെയാണ് പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി. 24-ലാണ് സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 21 ദിവസം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രികകൾ പൊതു അവധി ദിവസങ്ങളിൽ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. റമദാൻ പ്രമാണിച്ച് നാളെ പൊതു അവധി ആയതിനാൽ പത്രികകൾ സ്വീകരിക്കില്ല. പത്രികാ സമർപ്പണത്തിന് പരിമിതമായ സമയം മാത്രമേ ലഭ്യമാകൂ എന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിലാണ് പത്രിക സമർപ്പിച്ചത്. പേരാവൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫിന്റെ റോഡ് ഷോ ഇന്ന് വൈകിട്ട് ഇരിട്ടിയിൽ നടക്കും. അഴീക്കോട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി KK വിനോദ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും റോഡ് ഷോയും ഇന്ന് പുതിയ തെരുവിൽ നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39 സ്ഥാനാർത്ഥികളുടെ 2ാം ഘട്ട പട്ടിക പുറത്തിറക്കി ബിജെപി. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കും. ധർമ്മടം മണ്ഡലത്തിൽ K രഞ്ജിത്താണ് ഇത്തവണ ജനവിധി തേടുന്നത്. മഞ്ചേരിയിൽ പത്മശ്രീ എമ്മും കുണ്ടറയിൽ റോബിൻ രാധാകൃഷ്ണനും മത്സരിക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വ്യക്തികളുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെ മാനിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. പ്രചാരണത്തിനിടെയുള്ള വിമർശനങ്ങൾ നയങ്ങളെയും പരിപാടികളെയും മുൻകാല പ്രവർത്തനങ്ങളെയും കുറിച്ചായി നിയന്ത്രിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രചാരണത്തിനിടെ വ്യക്തികളുടെ സ്വകാര്യതയ്ക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശത്തിനും അതിന്റേതായ വില നൽകണം. പൊതുയോഗങ്ങൾ നടത്തുമ്പോൾ അതേക്കുറിച്ച് പോലീസിനെ മുൻകൂട്ടി അറിയിക്കണം. ആവശ്യമായ അനുവാദം വാങ്ങുകയും വേണം. പ്രകടനങ്ങൾ നടത്തുകയാണെങ്കിൽ അത് ഗതാഗതത്തെ തടസ്സപ്പെടുത്തരുത് എന്ന കർശന നിർദ്ദേശവും ഇത്തവണ നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗുകൾ നടത്തുന്നതിൽ തടസ്സമില്ല എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ താൽക്കാലിക ഓഫീസുകൾ സ്ഥാപിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ബാധകമാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രചാരണത്തിനായി താൽക്കാലിക ഓഫീസുകൾ ആരംഭിക്കുന്നത് നിയമവിധേയമായ ഇടങ്ങളിലായിരിക്കണം. കയ്യേറ്റ സ്ഥലങ്ങളിൽ ഇത്തരം താൽക്കാലിക ഓഫീസുകൾ അനുവദിക്കില്ലെന്നും ഇത് പൊതു സ്വകാര്യ സ്ഥലമാണെങ്കിലും നിരോധനം തുടരുമെന്നും അധികൃതർ അറിയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലും താൽക്കാലിക പ്രചാരണ ഓഫീസുകൾ തുറക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ട വകുപ്പുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയുക്തരായവർ തപാൽ വോട്ടിന് 21 വരെ അപേക്ഷിക്കണം. ഫോം പൂരിപ്പിച്ച് 21-ന് മുൻപായി റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കണം. ഏപ്രിൽ 3, 4, 5 തീയതികളിൽ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്താം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകുവാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. അപേക്ഷകർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12D-യിൽ ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്കോ നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 85 വയസ്സ് പിന്നിട്ടവർക്കും 40%-ലേറെ ഭിന്നശേഷിയുള്ളവർക്കുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ സമയം. ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്തുതല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയും ഇറാനും തമ്മിൽ നയതന്ത്രപരമായോ സൈനികപരമായോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ 22 ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ അനുമതി നിഷേധിച്ചു എന്ന വാർത്തയും മന്ത്രാലയം തള്ളി. ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് ജാഗ്രത പുലർത്തണമെന്ന് ഫാക്ട് ചെക്ക് യൂണിറ്റ് മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇറാനിൽ പ്രകൃതിവാതക പാടം US ഇസ്രായേൽ സഖ്യം ആക്രമിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഇറാനിലെ അസലുയ സ്പെഷ്യൽ എക്കണോമിക് എനർജി സോണിലെ വാതക പ്ലാന്റുകളും പെട്രോകെമിക്കൽ സൌകര്യങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന മേഖലകൾക്കെതിരെ നേരിട്ടുള്ള ആദ്യ ആക്രമണമാണിത്. അതേസമയം ഇസ്രായേലിനെതിരായ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളും ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധവും ഇറാൻ തുടരുകയാണ്. സൌദി അറേബ്യ, UAE, ഖത്തർ എന്നിവിടങ്ങളിൽ ജീവനക്കാരെ ഒഴിപ്പിക്കാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആവശ്യപ്പെട്ടു. സംഘർഷം വ്യാപിക്കുന്നത് പ്രാദേശിക സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും കടുത്ത ഭീഷണിയാണെന്ന് ഖത്തറും UAEയും പ്രതികരിച്ചു. ഊർജ്ജ സ്രോതസ്സുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ആഗോള ഊർജ്ജ സുരക്ഷയെ അപകടത്തിലാക്കുമെന്ന് ഖത്തർ വ്യക്തമാക്കി. സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 6% ഉയർന്ന് ബാരലിന് $110 യൂറോപ്യൻ ഗ്യാസ് ബെഞ്ച്മാർക്ക് 7% ഉയർന്നു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഇറാനിയൻ മിസൈൽ ആക്രമണം നടത്തിയത് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി ഖത്തർ എനർജി കമ്പനി അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഇറാനിയൻ നയതന്ത്രജ്ഞർ, സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യ മേഖലയിലേക്കും തിരിച്ചും എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ന് 48 സർവീസ് നടത്തും. ജിദ്ദയിലേക്കും മസ്കറ്റിലേക്കും പതിവ് സർവീസുകൾ തുടരും. എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട്, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് സർവീസ് നടത്തും. എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും ഓരോ റിട്ടേൺ സർവീസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് 6 ഷെഡ്യൂൾ ഫ്ളൈറ്റുകൾ ഉണ്ട്. പ്രാദേശിക പ്രവർത്തന സാഹചര്യങ്ങൾക്ക് വിധേയമായി UAEയിലേക്കും സൌദി അറേബ്യയിലേക്കും 30 നോൺ ഷെഡ്യൂൾഡ് വിമാനങ്ങളും സർവീസ് നടത്തുമെന്ന് വ്യോമയാന കമ്പനികൾ അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അൾട്രാ വയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ദാമിനി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഫ്രാൻസിൽ നടക്കുന്ന ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെഡ്ഡി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ജപ്പാന്റെ യുഡായി ഒകിമോട്ടോയെ ആയുഷ് നേരിടും. വനിതാ സിംഗിൾസിൽ അൻമോൾ ഖാർബ്, തൻവി ശർമ്മ, മാൾവിക ബെൻസോദ് എന്നിവരും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് റംസാൻ മാസപ്പിറവി ഇന്ന് ദൃശ്യമായാൽ വിവരം അറിയിക്കണമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1738 പോയിന്റ് താഴ്ന്ന് 74,980-ലും നിഫ്റ്റി 539 പോയിന്റ് താഴ്ന്ന് 23,238-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില പവന് 2,040 രൂപ കുറഞ്ഞ് 1,13,400 രൂപയും ഗ്രാമിന് 255 രൂപ കുറഞ്ഞ് 14,175 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഉത്തർപ്രദേശിൽ എത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി. കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി മുന്നണികൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ധർമ്മടത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 2ാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി ആക്രമിച്ച് ഇറാൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. ഫ്രാൻസിൽ നടക്കുന്ന ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യയുടെ ആയുഷ് ഷെഡ്ഡി ഇന്ന് മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 3 മണിക്ക്.